പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ എല്ലാം സിയാർ പാറയിൽ. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി എടപ്പന്നത്താണ്. എനിക്ക് നിങ്ങളോട് വലിയൊരു ആശയം മുന്നോട്ട് വെക്കാനുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർച്ചയിലേക്ക് വന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്നു പോയത് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നു കഴിഞ്ഞു. സർക്കാർ സ്കൂളുകളെ പുച്ഛിച്ചുകൊണ്ട് നമ്മൾ ഓരോ രക്ഷകർത്താക്കളെല്ലാം തള്ളിക്കളഞ്ഞ ഒരു സമീപനങ്ങളിലേക്ക് കടന്നതാണ് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച എന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. അത് ഏതൊരു സർക്കാർ വന്നാലും ആ സർക്കാരിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ രക്ഷകർത്താവിൻ്റെ എല്ലാം കുഴപ്പമാണെന്നാണ് എനിക്ക് നിങ്ങളോട് വിനയത്തോടെ കൂടി പറയാൻ പറ്റുന്നത്. കാരണം സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സർക്കാർ സ്കൂളിൽ പഠിച്ച എല്ലാ വ്യക്തികൾക്കും, അതായത് 100% 70% വിദ്യാർത്ഥികൾക്കും ജോലിയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിരിക്കുന്നു. പിന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ച് കാശും കൊടുത്ത് അവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം കേരളത്തിൽ ജോലിയില്ലാതെ വന്നതിൻ്റെ ആശയങ്ങൾ ഇത് നമ്മളെല്ലാം മനസ്സിലാക്കണം. കാരണം ഇവർ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. അതായത് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ബന്ധപ്പടിയിലാണ് നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ടി വരുന്നത് എന്ന് ഞാൻ കറക്റ്റായി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് 10 കൊല്ലത്തിന് താഴെ സർക്കാർ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ജോലി കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചില്ല? സർക്കാർ സ്കൂളെന്ന് പറഞ്ഞാൽ അഴിഞ്ഞാടം നടക്കുന്ന സ്കൂളാണെന്നുള്ള ഒരു നിലപാടാണ് പല മാതാപിതാക്കളും രക്ഷകർത്താക്കളും എല്ലാം എടുത്തത്. പക്ഷേ നമ്മൾ നോക്കണം, നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവരുടെ ഗുണനിലവാരം, സാമ്പത്തികമായി ചെലവ് കുറവ്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ജോലി, ഭക്ഷണം എല്ലാം നല്ല രീതിയിൽ നടന്ന ഒരു സ്ഥാപനമാണ് സർക്കാർ സ്കൂളെന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ മാറിപ്പോയത്? ആ ചിന്താഗതി ആര് തെറ്റിച്ചു? അതൊരു പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ തെറ്റായ നിലപാടുകൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ് നമുക്ക് പറ്റിയ പാളിച്ച. അതുകൊണ്ട് പ്രിയ രക്ഷകർത്താക്കളെ, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മുന്നോട്ട് ഇനി നമ്മുടെ കേരള വിദ്യാഭ്യാസത്തിലും കേരളത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാനുള്ള അർഹതയുള്ളവർക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ പരാതിയും കുറ്റവും പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പണം മുടക്കി വിദ്യാർത്ഥികളെ, നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു. പക്ഷേ ആ വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇനി അവരെ തോൽപ്പിക്കരുത്. കാരണം നമ്മുടെ ഈ കൊച്ചു കേരളം നശിച്ചു പോകും. വിദ്യാഭ്യാസ മേഖലയിലും ബുദ്ധിയുടെ മേഖലയിലും എല്ലാം നമ്മുടെ കൊച്ചു കേരളം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ചിന്തിച്ചിട്ട് മാത്രം കുഞ്ഞുങ്ങളെ വിദേശത്ത് അയക്കുക, പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കുക എന്നുള്ള നിലപാടുകളെല്ലാം നിങ്ങൾ എടുക്കുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.